കൂട്ടുകാരെ, ഇസ്മി ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മലയാളപ്പുഴ അമ്പലത്തിലെ ഉത്സവത്തിന് നടത്ത വീഡിയോ കേട്ടോ. രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് നേരെ നമ്മൾ പോയിട്ട് വിളക്കെണ്ണയും എണ്ണയും തിരിയൊക്കെ വാങ്ങി കേട്ടോ, കർപ്പൂരമൊക്കെ വാങ്ങിയിട്ട് നേരെ അമ്പലത്തിനകത്തേക്ക് തൊഴാൻ കയറി കേട്ടോ. കയറി തൊഴുതിനകത്ത് പോയി, പിന്നെ അകത്ത് പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിനകത്ത് വശം. സത്യം പറഞ്ഞാൽ ഉത്സവത്തിന് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ രാവിലെ തൊഴാൻ വരുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാനൊരാളെ കണ്ടു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നിട്ട് ഈ ആനക്കുട്ടിയെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നമ്മുടെ ചേച്ചി അവിടെ ചെന്നപ്പോൾ ചേച്ചിയാട്ടോ നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. സത്യം പറഞ്ഞാൽ ആനപ്പാപ്പാനുണ്ട്, ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അവിടെ പോയി നിന്നത് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഇങ്ങനെ അതായത് ഗണപതിയാണല്ലോ അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ട്, എന്നാൽ പോലും ഞാൻ അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. എന്താ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു തുമ്പിക്കൈയും കൊണ്ടൊക്കെ. എന്നിട്ട് ഞാൻ നേരെ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ, അതായത് അമ്പലം ഉത്സവം ആയതുകൊണ്ട് ഓൾറെഡി എല്ലാം പൂക്കളൊക്കെ ഇട്ട് വെച്ചൊക്കെയാണ്. പിന്നെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഇത് പുറത്തെ കാഴ്ചകളാണ്. ഇതവിടുത്തെ നമ്മൾ നേർച്ച ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പൂവും കൊടിയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ കാണിക്കൊന്ന് പൂത്തിക്കും കേട്ടോ. വിഷു ആകുമ്പോഴത്തേക്കെല്ലാം പിന്നെ നമ്മുടെ അപ്പൂപ്പന്താടിയാണ്. ഞാൻ എവിടെ പോയാലും എനിക്ക് അപ്പൂപ്പന്താടി കിട്ടും കേട്ടോ. പിന്നെ ഇത് അന്നദാനത്തിനുള്ള ക്യൂ കേട്ടോ. അവിടെ നിന്ന് കഴിക്കാൻ കിട്ടത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് നല്ല മസാല ദോശ കഴിച്ചു കേട്ടോ. അമ്പലത്തിൽ പോയി മസ്റ്റായിട്ട് നമ്മൾ മസാല ദോശയാണല്ലോ കഴിക്കാറ്. നല്ലൊരു മസാല ദോശയ്ക്ക് ഞാൻ കഴിച്ചു. ഇത് പിന്നെ വൈകിട്ടാണ് കേട്ടോ. നമ്മൾ വിധിച്ചേട്ടൻ്റെ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് കേട്ടോ വിധിച്ചേട്ടനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും വീട്ടുകാരും എല്ലാവരോടാണ് വന്നത്. നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ വിധിച്ചേട്ടനെ ആദ്യമായിട്ട് കണ്ട സമയത്തെ. ആദ്യമായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലെ നൈറ്റ് പ്രോഗ്രാമിന് വരുന്നത്, അതായത് മലയാളപ്പുഴയിൽ. വിധിച്ചേട്ടൻ ഇതൊരു 5-മത്തെയോ 4-മത്തെയോ എന്തോ വട്ടമാണ് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നങ്ങേലി എന്ന് പറഞ്ഞൊരു സോങ്ങാണ് ഏട്ടൻ പാടിയത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ വിധിച്ചേട്ടനെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുമെന്നേ. ആദ്യം നല്ല ആളുകളായിരുന്നു, ഭയങ്കര ജനമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ വിചാരിച്ച് നേരത്തെ പോവുകയാണെങ്കിൽ നേരത്തെ ഫ്രണ്ടിൽ പോയി ഇരിക്കണമെന്നൊക്കെ. ജസ്റ്റ് ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ നേരത്തെ പോയാലും ഞങ്ങൾ ചെന്നപ്പോഴും അതിനേക്കാൾ ആളുകളായിരുന്നു. എങ്ങും നിൽക്കാൻ പറ്റില്ല. എങ്ങനെയോ ഞാൻ അമ്പലത്തിൻ്റെ ഒരു സൈഡിലൊരു മതിലിൻ്റെ മുകളിൽ കയറിയാണ് ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അനിയത്തിയും അമ്മയും മാമൻ്റെ മക്കളൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ നമ്മുടെ ഒരു ഓട്ടോക്കാരി ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിയുടെ മോനും ഉണ്ട് കേട്ടോ, സൂര്യനെ. ഞാനും സൂര്യനോടാട്ടോ ഈ സൈഡിൽ വന്ന് നിന്ന് കാണുന്നത്. അമ്മയും അനിയത്തിയൊക്കെ അങ്ങ് സൈഡിലാട്ടോ. പിന്നെ അങ്ങനെ വിധിച്ചേട്ടനെ കണ്ടു. സത്യം പറഞ്ഞാൽ വിധിച്ചേട്ടനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത് വിധിച്ചേട്ടൻ്റെ കുറേ അടിപൊളി പാട്ടുകളൊക്കെ വിധിച്ചേട്ടൻ പാടിയിട്ട് ഫേവറേറ്റ് പാട്ടുകളെ. എൻ്റെ ഫേവറേറ്റ് വെണ്ണക്കല്ലിൽ നിന്നെ കുത്തു എന്നുള്ള പാട്ടാട്ടോ, നമ്മുടെ പട്ടാളം മൂവിയിലെ. അതെൻ്റെ ഒരു നൊസ്റ്റാൾജിയ സോങ്ങാണേ. നമ്മൾ 90s കിഡ്സിനൊക്കെ അറിയാമായിരിക്കും. ആ ടൈമിൽ ഇറങ്ങിയ മൂവി ആയതുകൊണ്ട് ഓൾറെഡി അന്നത്തെ ആ ഓണ പ്രോഗ്രാമിനൊക്കെ കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചൊരു പാട്ടാണ് കേട്ടോ വെണ്ണക്കല്ലിൽ. പക്ഷെ ഞാൻ കളിച്ചിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്കത് കളിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെ ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത ആ പാട്ടൊക്കെ കേട്ടു. പിന്നെ ഇടയ്ക്ക് കേട്ട് ഇങ്ങനെ കുറേ ഗെയിമൊക്കെ കളിപ്പിച്ചായിരുന്നു കേട്ടോ ഓഡിയൻസിനെ വെച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ബാക്കിലായതുകൊണ്ട് നമ്മളെ കണ്ടില്ലല്ലോ ആൾ. അങ്ങനെ ആ ഗെയിമൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറേ പേര് എന്നെ വിൻ ചെയ്തു കേട്ടോ. 3-4 പേർക്ക് എന്തോ സമ്മാനമൊക്കെ വിധിച്ചേട്ടൻ കിട്ടുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ. ഇത് നമ്മുടെ അമ്പലത്തിലെ കരക്കാർ നടത്തുന്നത് കേട്ടോ 10 ദിവസവും. അപ്പോൾ അങ്ങനെ കരക്കാരാണ് നമ്മുടെ വിധിച്ചേട്ടനെ കൊണ്ടുവന്നത്. ആദ്യമായിട്ടാണ് ഈ വിധിച്ചേട്ടനെ അമ്പലത്തിൽ പോയിട്ട് കാണുന്നത്. അങ്ങനെ ടി വിയിലൂടെയല്ലേ കണ്ടിട്ടുള്ള ആളിനെ. നേരിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കില്ല. കാരണം അത്രയും ആളുകളുടെ ഇടയിൽ നമ്മളെങ്ങനെ പോകാനാണ്. എന്തെങ്കിലും ദൈവം സഹായിച്ച് എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ വിധിച്ചേട്ടൻ്റെ കൂടെ ഒരു വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാനും എനിക്ക് വലിയൊരു ഫാൻ ഗേളാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അമ്മയെ നിർബന്ധിച്ച് നമ്മൾ പോയത്. കാരണം ആളെ കാണണമെന്നുള്ളൊരു ആകാംക്ഷയുടെ പുറത്ത് പോയതാണ്. അങ്ങനെ ആളുടെ പാട്ടുകളൊക്കെ കേട്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അടിയപ്പേര് കൂട്ടുമണിയിലൊരു പാട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റ്സ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ട് ആഡ് ചെയ്യാത്തത്. അതാണ് ഞാൻ പാട്ടിടാത്തത് കേട്ടോ. ഒന്നും തോന്നില്ല കൂട്ടുകാരെ. എന്നാലും എല്ലാവരും കാണുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വിധിച്ചേട്ടൻ ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. വിധിച്ചേട്ടൻ ചേട്ടൻ ഭയങ്കര എനർജിയിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പ്രോഗ്രാമൊക്കെ ഫുള്ള് കണ്ട് രാവിലെ ഞങ്ങൾ തൊഴാൻ പോയപ്പോഴാണ് നമ്മൾ വിധിച്ചേട്ടൻ വരുന്നു എന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ അനിയത്തി ഞാനും പറഞ്ഞ അമ്മയെ പോകണമെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോയത്. എന്തായാലും നമ്മുടെ അടുത്ത് വന്നേയല്ലേ, വലിയ ദൂരമില്ല, എന്നാൽ പോലും അങ്ങനെ കാണാൻ പോയി കേട്ടോ. ഇതാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞ സൂര്യൻ കേട്ടോ. ഞാനും സൂര്യനുമാണ് കേട്ടോ. അങ്ങനെയാണ് വിധിച്ചതിൻ്റെ പ്രോഗ്രാമൊക്കെ ലാസ്റ്റ് വൈൻഡപ്പ് ആവാറായി. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ നിൽക്കുവാണെങ്കിലും കാലൊന്നും നമുക്ക് വേദനിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം ഇരിക്കുന്നവർ പോലും നിൽക്കുമായിരുന്നു കുറേ നേരമൊക്കെ. അങ്ങനെ വിധിച്ചേട്ടനും അങ്ങനെ പ്രോഗ്രാം അടിപൊളിയായിട്ട് പോയി. കുറച്ച് 2 മണിക്കൂറാണെങ്കിൽ പോലും നമുക്കൊരു എന്താ പറയുക, നമ്മുടെ മൈൻഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടി കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക്. അങ്ങനെ ഒരു 12 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ കൂട്ടുകാരെ. കാരണം വിധിച്ചേട്ടൻ്റെ ഫേവറേറ്റ് സോങ്സ് ആയിരുന്നു വിധിച്ചേട്ടൻ കൂടുതലും പാടിയത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു 2 മണിക്കൂർ എന്ത് പ്രോഗ്രാമുള്ളത്. നാളെയും നല്ല അടിപൊളി പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇത് തന്നെ അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നത് തന്നെ നമുക്കറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓട്ടോ വർക്ക് ചെയ്തെടുത്ത് നമുക്ക് കുറച്ച് നടക്കണം, നല്ല ആളുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് വൈൻഡപ്പ് ചെയ്ത് ലാസ്റ്റ് ആകുന്നതിന് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. കാരണം ആളുകൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ശരി. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. നാളെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.